Hello, good morning from Wayanad. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സോനാസ് യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ പോകുന്നത് നമ്മളിപ്പോൾ ആക്ച്വലി തലശ്ശേരിയിലാണ് ഉള്ളത്. അപ്പം തലശ്ശേരിയിൽ നമ്മൾ മാനന്തവാടി ബസ്സിനാണ് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? വയനാട്. വാവ്, നമ്മൾ കുറേ നാളായി കോളേജ് ടൈമിൽ തൊട്ടേ നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മൾ എവിടെ പോകണമെന്ന്. വയനാട്ടിൽ പോകണം എന്നല്ല, എവിടെയെങ്കിലും ട്രിപ്പ് പോകണം. പക്ഷെ ഇന്നാണ് അതിന് സാഹചര്യം കിട്ടിയത്. ഞങ്ങൾ 3 പേരുണ്ട്. ഒരാൾ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് കയറും, എന്നിട്ട് തലശ്ശേരി വന്നിട്ട് നമ്മൾ ഒരുമിച്ച് മാനന്തവാടി ബസ്സിൽ പോകും. എന്നിട്ട് മാനന്തവാടിയിൽ നിന്ന് പുൽപ്പള്ളിയിലേക്ക് ബസ് കയറും. അവിടെയാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേരെന്താണ്? മിസ്റ്റി നൈറ്റ് ജംഗിൾ സൈഡ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരാണ്, നമ്മളത് പഠിച്ചെടുക്കാൻ തന്നെ കുറച്ച് സമയം എടുത്തു. അതെ. അപ്പോൾ ഏതായാലും മാനന്തവാടി എത്തിയിട്ട് കാണാം. ബസ് മാറിപ്പോയി. നമ്മൾ കയറിയ ബസ്, നമ്മൾ പുൽപ്പള്ളിക്കുള്ള ബസ് കയറി, പക്ഷെ അത് പാക്കം വഴി പോകുന്നതല്ലായിരുന്നു. സോ നമ്മൾ തിരിച്ച് വീണ്ടും പുൽപ്പള്ളി ബസ് ഇറങ്ങുമ്പോൾ തന്നെ ബസ് സ്റ്റാൻഡിൽ വന്നു. ഇനി പാക്കത്തേക്ക് പോകാനുള്ള ബസ്. അഞ്ച് ഈസ് ഗ്ലോയിങ്. അഞ്ചിൻ്റെ ഫേസ് ഒക്കെ നമുക്ക് ക്ലിയർ സ്കിന്നാണ്. അഞ്ച് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്, ഫേസ് കെയർ ടിപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെ ചാനൽ തുടങ്ങിയിട്ടില്ല, തുടങ്ങുമ്പോൾ ഞാനെങ്കിൽ ഇൻഫോം ചെയ്യും. ഇതുപോലത്തെ ഗ്ലാസ് സ്കിന്നൊക്കെ നിങ്ങൾക്ക് ഉള്ള ടിപ്സൊക്കെ അഞ്ച് പറഞ്ഞുതരൂലേ? പോവേണ്ട ബസ്സാണ് കുറച്ച് മുന്നേ അവിടെ നിന്ന് ഇപ്പം പോയത്. നമ്മൾ പുൽപ്പള്ളിക്ക് ഉള്ള ബസ്സിന് കയറി, പക്ഷേ ആക്ച്വലി വേറെ ബസ്സിനായിരുന്നു കയറുള്ളത്. അപ്പം നമ്മൾ ആ ബസ്സിന് വേണ്ടിയാണ് നടക്കുന്നത് ഇപ്പോൾ. നമ്മൾ പുൽപ്പള്ളിയിലേക്ക് ബസ് കയറിയിട്ടുണ്ട്. അപ്പം പുൽപ്പള്ളിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ റിസോർട്ടിൻ്റെ അവിടെ എത്തും. നമ്മൾ പോകുന്നത് മിസ്റ്റി നൈറ്റ് ജംഗിൾ റിസോർട്ട് എന്നാണ്. പേര് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേരായതുകൊണ്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി വരുന്നത്. നല്ല ലൈറ്റ് ഗോൾഡൻ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. സോ ഇവിടെ എല്ലാവരും വ്ളോഗിങ് ആണ്. ഇല്ലം ഹെറിറ്റേജ് ഹോം. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. റിസോർട്ടിൻ്റെ പേര് മിസ്റ്റി നൈറ്റ് ജംഗിൾ റിസോർട്ട് എന്നാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരാണ്, അപ്പോൾ ഓർത്തിരിക്കുക, മിസ്റ്റി നൈറ്റ് ജംഗിൾ റിസോർട്ട്. അപ്പം നമുക്ക് ഓരോരോ വില്ലാസിന് ഓരോ പേരാണ്. നമ്മുടെ പേരാണ് കബനി എന്ന് പറയുന്നതാണ് നല്ല പേര്. അപ്പോൾ നമുക്ക് ഏതായാലും റൂമിലേക്ക് പോകാം. ബാ, ഇവിടെ നല്ല ശില്പങ്ങൾ, കൊത്തുപണികളൊക്കെ ഉണ്ട്. നമുക്ക് ഡോർ തുറക്കാം. 5 പേര്, നമ്മൾ 3 ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത്. അപ്പം ഇവിടെ ഇത്രയാണ്. നമുക്ക് 3 അഡൽട്സിന് കിടക്കാൻ പറ്റിയ ഒരു ബെഡ്റൂം ഉണ്ട്, പിന്നെ ഒരു വാഷ്റൂം ഉണ്ട്. പുൽപ്പള്ളി.
അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഒരു 3 പേർക്കൊക്കെ താമസിക്കാൻ കിടക്കാൻ പറ്റിയൊരു ബെഡ് കാര്യങ്ങൾ സെറ്റപ്പ് ഒക്കെയാണ്. അപ്പം യാ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇങ്ങോട്ട് നോക്കൂ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ പൂളിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പൂളിൽ പോയിട്ട് പക്ഷേ നമുക്ക് കളിക്കാനൊന്നും പറ്റിയില്ല, കാരണം വെള്ളം അത്ര ഒരു ക്ലിയർ ആയിട്ട് തോന്നിയില്ല. പിന്നെ അതുപോലെ ഇരുട്ടുമൊക്കെ ആയതുകൊണ്ട് എന്തൊക്കെയോ സൗണ്ടൊക്കെ ആയിട്ടുണ്ട്, ആനിമൽസൊക്കെ വരും. അപ്പം ആനിമൽസൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലവും കൂടിയാണല്ലോ ഈ ഒരു സ്ഥലം. അതുകൊണ്ട് നമ്മൾ പൂളിൻ്റെ സൈഡിൽ നിന്ന് വേഗം വന്നു. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. മന്തിയും ലൈം ടീയാണ്. കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് എനിക്ക് കുറച്ച് ടോൺസിലൈറ്റിസ് പോലെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. പക്ഷേ ഞാൻ അതിൻ്റെ ആൻറ്റിബയോട്ടിക്സ് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്കൊന്ന് അത് പിന്നെ ഇളകിയും തോന്നി തണുപ്പത്ത് വന്നുകൊണ്ട്. സോ അതിൽ ഓർഡർ സംതിങ് ലൈക്ക് ലൈം ടീ സംഭവങ്ങൾ. അപ്പോൾ നമുക്കിതിന് കഴിക്കാം. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. നല്ല മഴയും നല്ല അൽഫാം മന്തി. ആഹാ, ഒരു വലിയ ചാക്ക് നിറച്ച് ചോറ്. ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടോ, നമുക്ക് ലൈം ടീ കിട്ടിയേക്കുന്നത് കുടത്തിനകത്താണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ഹു നോസ് മീ ബെറ്റർ ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ 2 ഫ്രണ്ട്സാണ്, അഞ്ജു ബെന്നി ആൻഡ് അമൃത കെ അനിൽകുമാർ. അമൃതയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ചാനലിൻ്റെ പേര് അമൃത കെ അനിൽകുമാർ എന്ന് തന്നെയാണ്. അവൾ അതിനകത്ത് ചെയ്യുന്നത് എന്താണ് പറഞ്ഞോ? ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഇടാറുണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഡാൻസ് ഒക്കെ ഇടാറുണ്ട്, കുക്കിങ്ങും ഇടാറുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി 1K ആയിട്ടുണ്ട്. അതിലെല്ലാവരോടും ഒരുപാട് സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. സോ ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഹെയർ കെയർ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എനിവേ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പം ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിയുമ്പോൾ ആർക്കാണോ അറിയാവുന്നത് അവർ പേര് പറയണം കേട്ടോ. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, വാട്ട്സ് വൺ തിങ് ഐ ഓൾവേസ് ഫോർഗെറ്റ്? ഞാൻ എപ്പോഴും മറക്കുന്ന ഒരു സാധനം എന്തുവാണ്? ഓക്കെ, അഞ്ജു. എപ്പോഴും മറക്കുന്നത് കമ്മൽ മറക്കും. അതുപോലെ എൻ്റെ കയ്യിൽ എപ്പോഴും നഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ, വാട്ട്സ് ദ ഫസ്റ്റ് തിങ് ഐ ഡു വെൻ ഐ വേക്ക് അപ്പ്? അമൃത. ഓക്കെ, വെള്ളം കുടിക്കും. ഓക്കെ, കറക്റ്റാണ്. എല്ലാം എന്നോട് ഇങ്ങനെയൊക്കെ പറയില്ലേ, നിങ്ങളെന്തൊരു തിരിച്ച് പറയാം. അവിടെ ഇവിടെ എനിക്കത് കണ്ടിട്ട് പേടിയാണ്. അല്ല, ഇത് മറ്റേ പ്രേത സിനിമയ്ക്കകത്ത് ഇണ്ടാതിരിക്കും. പ്രേതം മറ്റേ എന്താ ഒരു വേണ്ടടി രാത്രിയിലൊന്നും പറയണ്ട. ഗൈസ്, നമുക്കിപ്പോൾ ഇവിടെ വയനാട്ടിൽ ഇന്ന് ഇടിവെട്ടി മഴ പെയ്യലാണ്. കറണ്ടൊക്കെ പോയിരിക്കുവാണ്. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം വയനാട്. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റായിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റു, റെഡിയായി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് റെഡിയാവുന്ന വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി അതൊരു ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഗെറ്റ് റെഡി വിത്ത് മീ, അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിവേ നമ്മൾ ഒരു കോഫി കുടിക്കാൻ പോകുന്നുണ്ട്. നല്ല വിശക്കുന്നു. അപ്പം ഇപ്പം സമയം ഒരു 6:30, 6:45 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും സമയത്ത് ഒരു കോഫി കുടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ട്രെക്കിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കിലോമീറ്റർ അല്ലേ, 1 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങോട്ട് 1 കിലോമീറ്റർ, ഇങ്ങോട്ട് 1 കിലോമീറ്റർ. സോ നമുക്ക് ഏതായാലും ട്രെക്കിങ്ങിന് പോവാം. അതിന് മുൻപ് നമുക്ക് കോഫി കുടിക്കണം. ഓക്കെ, അതിന് മുന്നേ ഞാൻ പുറത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. വലിയ മിസ്റ്റി നൈറ്റ് ആണെങ്കിലും വലിയ മിസ്റ്റൊന്നും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് നോക്കാം, പോയി നോക്കാം. പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ ഇതുപോലെ നമ്മുടെ ഈ വീട് പോലെ കുറേ കുട്ടി കുട്ടി വീടുണ്ട്.
അവിടെ നമ്മൾ മാത്രം. പ്രത്യേകിച്ച് ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വഴി നടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാഫറ്റേരിയ ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ അവിടെ പോയിട്ട് കഴിക്കാം. പറഞ്ഞാൽ അവർ നമുക്ക് കൊണ്ടുതരും. അവിടെ തന്നെയാണ് കുറച്ച് ഇപ്പുറത്തായിട്ട് പൂളും ഉണ്ട്. പിന്നെ രാത്രി ആയതുകൊണ്ട് നമ്മളങ്ങനെ നടന്നില്ല. കാരണം ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യം ഇട്ട ഈ ടീഷർട്ട് അത്ര ഒരു കംഫർട്ടബിൾ ആണ്, എനിക്ക് കംഫർട്ടബിൾ ആണ്. ബട്ട് ഈ ഒരു ചുറ്റുപാടിൽ നമ്മൾ ട്രക്കിങ്ങിനാണല്ലോ പോകുന്നത്. സോ ഐ തോട്ട് ഡ്രസ്സ് വേറെ ഇടാന്ന് ഓർത്തു ഇതിൻ്റെ മുകളിൽ. ബട്ട് ആക്ച്വലി ഷർട്ട്സ് ഒന്നും ഞാൻ എടുത്തില്ല. ഇതിൻ്റെ കൂടെ ഷർട്ട് ഇടുമായിരുന്നു നല്ലതായിരുന്നു. ബട്ട് ഐ ഡോണ്ട് ഹാവ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ടോപ്പ്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ലുക്സ്. ഡസ് ഇറ്റ് ലുക്സ് ഗുഡ് ഓർ വാട്ട്? ബട്ട് ഇറ്റ്സ് ഓക്കെ അല്ലേ? ഇവിടെ ഇന്നലെ നല്ല മഴ പെയ്തു. അപ്പോൾ ഇവിടെ ഫുള്ളൊരു നനവും സംഭവമൊക്കെയാണ്. ബൊഗൈൻ വിലാസിൽ നിന്നൊക്കെ നല്ല വെള്ളം വീഴുന്നുണ്ട് ഗൈസ്. വെൽക്കം ബാക്ക് സോനാസ് യൂട്യൂബ് ചാനൽ. അഞ്ച് എപ്പോഴും അതേ പറയുള്ളൂ, ബാക്കിയൊന്നും പറയില്ല. നമ്മളിപ്പോൾ എവിടെ പോകുന്നത്? നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് മറ്റേ വ്യൂ തന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ട്രക്കിങ്ങിന് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ 6 മണിക്ക് എണീറ്റു. സോന ആദ്യം എണീറ്റു. എന്നിട്ട് പിന്നെ റെഡിയായി. പിന്നെ ഞങ്ങൾ പുറകെ എണീറ്റ് റെഡിയായി ഫ്രഷായി. നമ്മളിനി കോഫിയൊക്കെ കുടിച്ച് ചെറിയൊരു ട്രക്കിങ്ങിന് പോവുക. അപ്പോൾ വന്നിട്ട് കാണാം. ബായ്. നമ്മൾ കാട് കയറിയിരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു ട്രൈബ്സിന് മാത്രം അനുമതിയുള്ളതെന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ ഇവരുടെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ട്രൈബ്സൊക്കെ താമസിക്കുന്ന വീടാണത്. അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നു. ഇങ്ങനെ അവരുടെ റിയൽ ലൈഫ് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഇവരിങ്ങനെ പോത്തിനെയൊക്കെ വളർത്തിയും കൃഷി ചെയ്തും തേൻ ശേഖരിച്ചും ഒക്കെ ജീവിക്കുന്ന കുറേ മനുഷ്യന്മാർ. അവർക്കിങ്ങനെ ഗവൺമെൻറ് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആനയൊക്കെ വരുവാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇവർക്ക് സെറ്റാക്കി കൊടുത്ത എന്തോ കേജാണ് ഈ കാണുന്ന മേലെ. പക്ഷേ മേലെ കയറാൻ കുഴപ്പമില്ല. പക്ഷെ താഴെ ഇറങ്ങുമ്പോൾ നല്ല കുത്തനെയാണ് ഇറക്കമുള്ളത്. അപ്പോൾ എനിക്ക് ഹൈറ്റ് കുറച്ച് പേടിയുണ്ട്. ഞാൻ കയറുന്നില്ലെന്ന് വിചാരിച്ചു. ഇറങ്ങുമ്പോൾ ഞാൻ എന്തായാലും അവിടെ ആരെങ്കിലും എന്നെ എടുത്തിറക്കേണ്ടി വരും. അതുപോലത്തെ എനിക്ക് പേടിയുണ്ട്. അപ്പോൾ ഞാനവിടെ കയറുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. സോ ദീസ് ഗൈസ് ആർ പോകുന്നുണ്ട്. അമൃത ഓൾറെഡി മേളിലെത്തി. ആക്ച്വലി ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അസംബ്ലി ആയിട്ടാണ് എല്ലാവരും നടക്കുന്നത്. എടി നമ്മളെത്തിയിടി. നമ്മൾ ട്രക്കിങ് കഴിഞ്ഞു. ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഇത് ജസ്റ്റ് എന്താ പറയുക, മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ കാണുക. ദാറ്റ്സ് ഇറ്റ്. ഗൈസ്, അമൃത വരുന്ന വഴിക്ക് അമൃതയ്ക്ക് ആക്സിഡൻ്റ് ആയി. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നടക്കുന്നുണ്ട്. We have bread, jam, egg, appam and kadla curry.
സോ വി ആർ റെഡി ടു ഗോ ടു പൂളിൽ. അപ്പോൾ നമ്മൾ പൂളിൽ പോകാൻ വേണ്ടിയിട്ട് സെറ്റായിട്ടുണ്ട്. ഈ ഡ്രസ്സാണ് ഇടുന്നത് പൂളിൽ പോകാൻ. പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട് ആക്ച്വലി. അവിടെ ആളുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അവിടെ നോക്കിയിട്ട് ആളില്ലെങ്കിൽ അവിടുന്ന് വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ വിൽ ജസ്റ്റ് ഹാവ് സം ഫൺ ആൻഡ് വിൽ കം ബാക്ക് വിതിൻ ഫ്യൂ മിനിറ്റ്സ്. ഗായ്സ്, നമ്മൾ ഇപ്പോൾ കുറുവാ ദ്വീപിലേക്കാണ് പോകുന്നത്. ആക്ച്വലി നമ്മൾ പൂളിലൊക്കെ കളിച്ച് കുറച്ച് നേരം, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12:45 ആയിട്ടുണ്ട്. അപ്പോൾ എനിവേ കുറുവാ ദ്വീപിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമാണ്, ഒരു ട്രൈബൽ ടെമ്പിളാണത്. അപ്പം അവിടെയും കൂടെ പോയിട്ട് നമ്മൾ ഡയറക്റ്റ് ഐ എം ഗോയിങ് ടു തലശ്ശേരി, അഞ്ജു ഈസ് ഗോയിങ് ടു ഇരിട്ടി ആൻഡ് അമൃത ഈസ് ഗോയിങ് ടു കണ്ണൂർ. അങ്ങനെ 3 ഡൈവേർഷൻ എടുക്കുന്നതായിരിക്കും. ബൈ. റൂമിനോടും ബൈ പറഞ്ഞു നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. സോ എവറിത്തിങ് ഈസ് പാക്കൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ എനിവേ പോവുകയാണ്. നമ്മൾ ആക്ച്വലി കുറുവയിൽ പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ പോകാൻ പറ്റിയില്ല. കാരണം പോകാൻ പറ്റിയില്ലെന്നല്ല, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പോകുന്ന വഴിക്ക് സമയമുണ്ടെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ഫേമസ് ടെമ്പിൾ ഉണ്ട് അവിടെ, ട്രൈബൽസ് നടത്തുന്നത് തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ പോവും. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക, വർക്ക് ലൈഫിൽ നിന്നൊക്കെ ഒരു ജസ്റ്റ് എന്താ പറയുക, ഒരു ഇതിൽ നിന്നൊക്കെ ഒരു മാറി നിന്നിട്ട് ജസ്റ്റ് ഒരു 1 ഡേ ഒന്ന് നന്നായിട്ട് റിലാക്സ്ഡ് ആവാൻ പറ്റിയൊരു റിസോർട്ടായിരുന്നു. സ്നേഹനിധിയായ അഞ്ജു എനിക്ക് ഷൂലേസ് കെട്ടിത്തരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നൊന്നല്ല കേട്ടോ, പറഞ്ഞു ഒന്ന് ചെയ്തു തരുമെന്ന്. കാരണം അവളുടെ ലഗേജും കൂടെ ഞാനാണ് എടുത്തേക്കുന്നത്. സോ ഷി കാൻ ടെൽ നോ. ഗായ്സ്, അപ്പോൾ നമ്മുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ജസ്റ്റ് ഒരു പറ. കം ഓൾ ഓഫ് യു, 3 of you, 2 of you, സോറി. യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിപ്പായിരുന്നു അല്ലേ? അതെ, വെർത്തായിരുന്നു ട്രിപ്പ്, വെർത്തായിരുന്നു. അപ്പം നമ്മുടെ കബനി എന്ന് പറയുന്ന റൂമിനോട് നമ്മൾ ബായ് പറഞ്ഞു പോവാണ്. ഇനി ഇങ്ങോട്ട് വരും എന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് വയനാട്ടിൽ വേറെ ഏതൊരു സ്ഥലത്തൊക്കെ പോകാം. ഓക്കെ, നമുക്കിനി പോകണം. പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം. ഉച്ചയായില്ലേ, വിശക്കുന്നുണ്ട്.